ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ ഈ വ്ളോഗ് ചെയ്യാനുള്ള കാരണം സുമി ജോലിക്ക് പോയിട്ട് സുമിക്ക് ആദ്യമായിട്ട് സാലറി ചിരിപ്പിക്കില്ലേ പറ്റി. അവള് ജോലിക്ക് പോയിട്ട് അവൾക്ക് ആദ്യമായിട്ട് കിട്ടിയ സാലറിക്ക് എൻ്റെ കൊച്ചിന് അവളൊരു ഡ്രസ്സ് മേടിച്ചു. ഇച്ചിരി അവളുടെ കയ്യിലുള്ള അവളുടെ ഉള്ളത് വെച്ച് അവൾ എൻ്റെ മോക്കൊരു ഗിഫ്റ്റ് മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ തരാൻ വേണ്ടിട്ടാട്ടോ. അപ്പൊ വന്ന നോക്കിയിട്ട് ഹലോ ഗായ്സ്, സുമി അങ്ങനെ വീട്ടിൽ വന്നു ഗായ്സ്. സുമിക്ക് വേണ്ടി ഞാൻ വെച്ച സ്പെഷ്യൽ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാന്ന് പറ. കഴിക്കും. നീ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി, എന്നെ സൂപ്പിക്കാൻ പറയൊന്നും വേണ്ട. നീ സത്യം പറഞ്ഞാൽ മതി. അപ്പൊ സുമിക്ക് ഇഷ്ടപ്പെട്ട ഗേസ് നോക്കിട്ട് മാതിരി ഉണ്ടാക്കും ഞാൻ കരുതിയില്ല. പക്ഷെ നല്ലതാ. അപ്പൊ ഞങ്ങള് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചതേ ഇവിടെ ഇരുന്ന് പരദൂഷണം മേശിടി കുശുമ്പ കുഞ്ഞായ്മൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. ഗൈസ്, നിങ്ങൾ ഇവളെ ചിലപ്പോ എന്റെ വ്ളോഗിനകത്ത് ആദ്യമായിട്ടല്ല ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഇത് സുമയ്യ, അവളുടെ ഞങ്ങൾ സുമോ ചുമ്മി എന്നൊക്കെ വിളിക്കും. ഇവളും ഞാനും 1ാം ക്ലാസ് തൊട്ടുള്ള കമ്പനിയാണ്. എന്താ പറയാ, ഒന്നില് ഞാൻ ആദ്യമായിട്ട് കയറി വന്നപ്പോ ഈ സാന്ത്യന്റെ മോന്തയാണ് ഞാൻ കണ്ട. അത് അന്ന് ഒരുമാതിരി കുറ്റിമുടി മുടി മൊട്ട അടിച്ചിട്ട് മുടി ഓർമ്മയുണ്ട്. മുടി ആദ്യം ഡ്രസ്സും കോൺട്രാസ്റ്റ് ഡ്രസ്സായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് മൊട്ട തല അതിലത് കുറ്റിമുടി വന്ന് പിന്നെ മൂക്കി അത് ഞാൻ പറയണില്ല. അപ്പം ഇവളെ കണ്ടപ്പോ സത്യമായിട്ട് എനിക്ക് ഇഷ്ടം. അജീനെയും ഞാൻ കണ്ടപ്പോ എനിക്ക് വലിയ ഇഷ്ടമായി. ഭയങ്കര സൈലന്റ് ആണ് ഉച്ചയോട് മിണ്ടണെങ്കിൽ ഭയങ്കര ജാടിയൊക്കെ. ഇവരെന്ന് പറഞ്ഞാൽ LKG UKG ഒക്കെ തൊട്ട് അയ്യോ എന്റെ കൊച്ചടിച്ച് ബാക്കിന്റെ പിന്നെ പറയട്ടെ. ഞങ്ങൾ പറഞ്ഞു നിർത്തിയത് അപ്പൊ ആ ടൈമിൽ എനിക്ക് ഇവളെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. സോറി സുമ, സത്യങ്ങൾ എങ്ങനെയാണ് കഴിക്കും. പിന്നെ ഇവള് ഭയങ്കരമായിട്ട് വന്ന് ഉപദ്രവം ഇങ്ങനെ വന്ന് അടിക്കൊക്കെ ചെയ്യും. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നെ ഉപദ്രവിക്കുന്നു. അത് ഈ സാധനത്തിന് കഴിക്കുന്നത് ബലമെന്ന് പറയും. അങ്ങനെ പിന്നെ ഞങ്ങൾ കൂട്ടുകൂടി ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഒരു 15 കൊല്ലം കണ്ടിട്ടുണ്ടാവില്ലേടി? ആണോ? 13 വർഷം. 13 അല്ല 13 ഒന്നെന്ന് പറയുമ്പോ ഇപ്പൊ ഞങ്ങക്ക് 2 എനിക്കിപ്പോ 23, ഇവർക്ക് ഇപ്പൊ 22. ഞാൻ 1 കൊല്ലം തോറ്റതല്ല, ഞാൻ 1ാം ക്ലാസ്സിൽ 2 കൊല്ലം പഠിച്ചു. അല്ല 6 വയസ്സ് 2ാം ക്ലാസ്സിലല്ലേ നീ വന്നത്? ഒന്നില. പിന്നെ ഇവള് നേരത്തെ പറഞ്ഞ ഞാൻ മിണ്ടൂലായിരുന്നു. അതെന്തല്ല, ഇവളും എനിക്ക് വേറെ കുറച്ച് ചങ്സും കൂടെ ഇട്ടാ. ഞാൻ തനിച്ചാർന്ന്. ഈ ഭാഗത്തിൽ ഞാൻ വരുമ്പോ മിണ്ടൂലായിരുന്നു. അങ്ങനെ ഞാൻ പറയാ, ഇവള് ഭയങ്കര സൈലന്റ് ആയിരുന്നേ. അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ വെച്ചാൽ ഞാൻ എങ്ങനെയല്ല, നമ്മൾ ഓൾറെഡി ഞാൻ ആ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ക്ലാസ്സിൽ എല്ലാവരും കമ്പനിയാണ് അറിയാം. ഇവിടെ പുതിയതായിട്ട് കയറിയത് ഇവിടെ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ പുതിയ കൊച്ചാണ്, സൈലന്റ്. അതാ ഞാൻ പറയാൻ വന്നത്. ഇവര് എന്റെ വേറെ ചങ്സും ഇവളൊക്കെ LKG തൊട്ട് ഒരുമിച്ചാണ്. പക്ഷെ ഞാൻ പിന്നെ കേറി വന്നതാണ്. ഞങ്ങളൊരു എനിക്ക് അറിയാവുന്ന പിള്ളേരല്ലേ, പക്ഷെ എനിക്ക് ആരും അറിയാൻ പാടില്ല. പിന്നെ ഗ്യാങ് അല്ലെങ്കിലും അറിയാം ഇങ്ങനെ എല്ലാരും മ്യൂസിക്കും സൈബുക്കും പരസ്പരം അറിയാമായിരുന്നു. കാരണം എന്തായാലും നിങ്ങൾ ഒരു ക്ലാസ്സിലല്ലേ, അപ്പൊ ഇച്ചിരെങ്കിലും അറിയാലോ. ഞാൻ വേറൊരു സ്ഥലത്ത് ഞാൻ അല്ലെങ്കിൽ നല്ല ആൾക്കാർ വരുമ്പോഴാണ് നല്ല കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് അതുവരെ ഇവർ അങ്ങോട്ടും കൂടെ വലിയ മൈൻഡ് ഒന്നും ഉണ്ടായില്ല. ഞാൻ വന്നേ പിന്നെ ഞങ്ങൾ 5 പേര്, ഞാന്, മൂസി, ദിവനി സാധനം, സൈബു, രഹന, അത് വേറൊരു കൊച്ചി. അവള് ഇപ്പൊ ഇവിടെ തമിഴ്നാടാണ് ഇപ്പൊ. അവളായിട്ട് ഇപ്പൊ അങ്ങനെ അധികം ടച്ചില്ല. ഇടക്കോ സഹിക്കട്ടാ. രഹന സോറി. ഇടയ്ക്ക് മെസ്സേജ് അയക്കും. ഞാൻ പറയും ബാക്കി എല്ലാവരും അങ്ങനെ പരസ്പരം കാണില്ല. ഇപ്പൊ സൈബു അങ്ങനെ ഇല്ല. സൈബു മൈൻഡിൽ അവർക്ക് ചാടാ. ഓക്കെ, അപ്പൊ അപ്പൊ ഞങ്ങൾ എല്ലാവരും അങ്ങനെ ഒരു ഗ്യാങ് പോയി ബാങ്ക് കൊടുക്കും. ഞാൻ ചുറ്റി പറയാം. 1ാം ക്ലാസ് തൊട്ടാണ് ഞങ്ങൾ കമ്പനി ആവുന്നത്. 16 കൊല്ലത്തെ
ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ. അപ്പൊ ഇവള് ഇപ്പൊ അവൾക്ക് ഈയിടെ ആയിട്ടൊരു ജോലി കിട്ടി. അവൾക്ക് ഫസ്റ്റ് സാലറി കിട്ടി കഴിഞ്ഞപ്പോ എന്റെ കൊച്ചിന് വേണ്ടിയിട്ട് അവളെ കൊണ്ട് പറ്റണം പോലെ ഒരു കുട്ടി ഗിഫ്റ്റ് മേടിച്ച് വന്നേക്കടെയാണ് എന്റെ കൊച്ചിനെ കാണാൻ. ഈ കൊച്ചു ദേ എവിടെ ഇരിക്കുന്നുണ്ട്. ഹായ് പറ ഹായ്. അപ്പൊ അവക്ക് വേണ്ടിട്ട് ഒരു ഗിഫ്റ്റ് ഒരു ഡ്രസ്സ് മേടിച്ചു. ലൈറ്റ് ഞങ്ങൾക്ക് അറിയാതെ ഹെവി ഒന്നും മേടിക്കില്ല. ഓക്കെ, അപ്പൊ ഞങ്ങള് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല, ഞങ്ങളിത് പൊട്ടിക്കാൻ പോകണേ ഗൈസ്. ഓക്കെ, ഇവള് സ്റ്റാറ്റസ് ജൂനിയേഴ്സ് പെരുമ്പാവൂരിന്ന് കേട്ടോ പർച്ചേസ് ചെയ്തേക്കള. ഹായ് നമുക്ക് പൊട്ടിക്കാം. ഗൈസ്, അപ്പൊ ഞങ്ങൾ ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോകട്ടെ. ഗൈസ്, അപ്പൊ ഇതാട്ടാ സുമി മേടിച്ചു കൊടുക്കും. അവള് ഇച്ചിരി വലുതായിട്ട് എടുത്തേക്കണം. ഞാൻ പറഞ്ഞു വലുതെടുത്താ മതിയെന്ന്. അപ്പൊ ഇച്ചിരി കൂടെ വലുതാകുമ്പോ ഇടാല. അങ്ങനെ സുമിയുടെ ഫസ്റ്റ് സാലറിക്ക് മേടിച്ച ഉടുപ്പ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒക്കെ ഒന്ന് ഇട്ട് നോക്കാട്ടെ ഗൈസ്. ഡ്രസ് ചെറിയ ലൂസ് ഉണ്ട്. നിങ്ങൾക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത മാസം നമുക്ക് അടുത്ത സാലറിക്ക് അവളെ കൊണ്ട് വേറെ മേടിപ്പിക്കാം.